ഡിസ്ലെക്സിയ അല്ലെങ്കിൽ മോട്ടോർ ലേണിംഗ് ഡിസബിലിറ്റി 4 വിധത്തിൽ കണ്ടുവരുന്നുണ്ട്. ഒന്നാമത്തേത് ഐഡിയേഷണൽ ഡിസ്പ്രാക്സിയ. അവർക്ക് ഒരു ടാസ്ക് സീക്വൻഷ്യലി ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ആ സീക്വൻസ് അവർ മറന്നു പോകുന്നതായിട്ട് കാണപ്പെടുന്നു ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്യുമ്പോൾ. രണ്ടാമത്തേത് ഇഡിയോമോട്ടോർ ഡിസ്പ്രാക്സിയ. അതിൽ അവർക്ക് ചില മോട്ടോർ മൂവ്മെൻറ്റ്സ് വളരെ സിമ്പിളായിരിക്കുന്ന മോട്ടോർ മൂവ്മെൻറ്റ് പോലും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നു. അതായത് ബൈ ബൈ എന്ന് പറയുന്നതിന് കാണിക്കുന്ന ആംഗ്യഭാഷ അവർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക. ഇനി തലമുടി ചീകുന്നത് പോലെ ഒരു ആംഗ്യഭാഷ കാണിക്കാമോ എന്ന് ചോദിച്ചാൽ അത് ചെയ്യാൻ പറ്റാതിരിക്കുക. ഈ പ്രശ്നത്തെയാണ് നമ്മൾ ഇഡിയോമോട്ടോർ ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ഓറോമോട്ടോർ ഡിസ്പ്രാക്സിയയിൽ അവർക്ക് ഓറൽ മസിൽസിനെ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഇഷ്യൂ. അവർക്ക് വേറെ ഓറോമോട്ടോർ പ്രശ്നങ്ങളായ വിസ്ലിംഗ്, ച്യൂയിങ്, സ്വോളോയിങ് ഇതിനൊക്കെയും ഡിഫിക്കൽറ്റീസ് വരാൻ സാധ്യതയുണ്ട്. അത് ഫീഡിങ്ങുമായിട്ട് ഉള്ള ബന്ധപ്പെട്ട പ്രോബ്ലമായിട്ടും സംസാരത്തിനുള്ള പ്രോബ്ലമായിട്ടുമൊക്കെ അത് കാണപ്പെടാറുണ്ട്. ഇനി കൺസ്ട്രക്ഷണൽ ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് അവർക്ക് ഒരു കാര്യത്തെ കോപ്പി ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി. അതായത് ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് ഒരു ഡിസൈൻ ഉണ്ടാക്കിയാൽ അതുപോലെ ഒരു കാര്യം ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഷേപ്സ് കോപ്പി ചെയ്യാൻ നമ്മൾ ഒരു ഷേപ്പ് കോപ്പി ചെയ്യാമോ എന്ന് ചോദിച്ചാൽ കോപ്പി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഇതാണ് കൺസ്ട്രക്ഷണൽ ഡിസ്പ്രാക്സിയയിൽ കാണപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ.